മോഹനേട്ടൻ എത്ര പറഞ്ഞാലും കേക്കില്ല. പക്ഷെ കിട്ടാനുള്ളത് കിട്ടിക്കഴിയുമ്പോൾ എന്ത് മര്യാദക്കാരനാ. വയ്യാത്ത കാലും വെച്ച് നടന്നു പോകരുതെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ട് സാറ് കേട്ടില്ല. എന്നിട്ട് ഇപ്പൊ എന്തായി? രാവിലെ ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഒരു ലീവിൽ തീർന്നേനെ. ഇനിയിപ്പോ എത്ര ദിവസം ലീവ് എടുത്താലാ? ലീവ് ജീവനക്കാരന്റെ അവകാശമല്ല, സർക്കാരിന്റെ ഔദാര്യമാണ് എന്ന് പറഞ്ഞു. എന്തായാലും സർക്കാർ ഇങ്ങനൊരു ഔദാര്യം കാട്ടുന്നത് നന്നായി. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമായിരുന്നു? അതല്ല, ബ്രേക്കില്ലാത്ത വണ്ടി കൊണ്ടിറങ്ങി അവനെ തല്ലണം. എന്റെ ബലമായ സംശയം അവൻ ശ്രീരാമൻ പറഞ്ഞു വിട്ട ആളാണെന്ന. ഭഗവാൻ ശ്രീരാമനോ? ഭഗവാൻ ശ്രീരാമനല്ല, PWDയിലെ പ്യൂൺ ശ്രീരാമൻ. അവന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞതിന് പ്രതികാരം ചെയ്താണെങ്കിലോ? പിന്നെ സ്വന്തമായ ഒരു കാർ വാങ്ങാൻ അറിയാമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാനാണോ ശ്രീരാമൻ അറിയാത്തത്? അതൊക്കെ അയാൾ ചെയ്തോളൂ. മോഹനേട്ടൻ എന്താ പറഞ്ഞത്? ശ്രീരാമൻ അഴിമതിക്കാരനാണ്, അവനോട് ദൈവം ചോദിച്ചോളൂ എന്ന്. ഇപ്പോഴോ ഒരു പാവം പ്യൂൺ അധ്വാനിച്ച് കാശുണ്ടാക്കി ഒരു കാറ് വാങ്ങിയപ്പോൾ അസൂയ മൂത്ത് അയാളെ ദ്രോഹിക്കാൻ ഇറങ്ങിയതിന്റെ ശിക്ഷയാണ് ഇപ്പൊ മോഹനേട്ടൻ അനുഭവിക്കുന്നത്. എല്ലാം ദൈവം കാണുന്നുണ്ടെന്ന് മോഹനേട്ടൻ പറഞ്ഞപ്പോ ഞാൻ കരുതിയില്ല ഇത്ര പെട്ടെന്ന് ദൈവം പ്രതികരിക്കും. തിരിച്ചു വന്നു. വില്ലേജ് ഓഫീസിൽ വന്നപ്പോ സാറിനെ കാണാതെ തിരിച്ചു വന്നതായിരിക്കും. ഞാൻ എന്തു പറയണം? ഞാൻ ചത്തുപോയെന്ന് പറഞ്ഞേക്ക്. നടുവും കുഴപ്പമുണ്ട്. എന്നാലും അത് ശ്രീരാമൻ വിട്ട വണ്ടി ആയിരിക്കോ? നമസ്കാരം വക്കീലേ, ഞാൻ വില്ലേജ് ഓഫീസിൽ പോയിരുന്നേ. അപ്പൊ സാർ അവിടെ എത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാലിന് വേദന ആയതുകൊണ്ട് സാർ ഇന്ന് ലീവ് എടുത്ത് കാണുമെന്ന്. കിടപ്പാണാ? ഏതാണ്ട് കിടപ്പാണ്. അയ്യോ, ഞാൻ സാറിനെ വളരെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ വന്നതാ. മനസ്സിലായല്ലോ, കിഴക്കേതിലെ ശ്രീരാമന്റെ കാര്യത്തിനല്ലേ? അത് ഉത്തമൻ രാവിലെ പറഞ്ഞതാണല്ലോ. കിഴക്കേൽ എന്ന ഐഡന്റിറ്റി കാർഡിൽ കിടക്കുന്ന വീട്ടുപേരും കിഴക്കേതിൽ എന്ന വീട്ടുപേരും ഒന്നാണെന്നും രണ്ടും ശരിയാണെന്ന് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുത്താലേ ശ്രീരാമന് കാർ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ എന്ന്. ഞാനത് പറഞ്ഞതിന് എന്നോട് തർക്കിച്ച് വഴക്കുണ്ടാക്കി ഇവിടുന്ന് ഒരു പോക്ക് പോയതാ ഉത്തമ. വഴിയിൽ വെച്ച് ഏതോ വണ്ടിക്കാരനെ മര്യാദ പഠിപ്പിക്കാൻ നോക്കി വീണ് കാലുളുക്കി അകത്ത് വന്ന് കിടക്കുന്നു. ഇനി എന്തായാലും 2 ദിവസം കഴിഞ്ഞ് ഓഫീസിൽ വരൂ. അതുവരെ കാറിന്റെ രജിസ്ട്രേഷൻ മാറ്റിവെക്കാൻ ശ്രീരാമനോട് പറയൂ. ഇതിപ്പോ ഞാൻ വന്ന ആ കേസല്ല വക്കീലെ. ശ്രീരാമന്റെ കാറ് സാറ് പറഞ്ഞ പോലെ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല വക്കീലെ. അതെന്താ? അവിഹിതമായി സ്വത്ത് സമ്പാദിച്ചതിന്റെ പേരിൽ ശ്രീരാമന്റെ പേരിൽ ഒരു വിജിലൻസ് അന്വേഷണം നടക്കുകയായിരുന്നേ. ഇന്ന് രാവിലെ വിജിലൻസുകാർ ശ്രീരാമനെ പൊക്കി. പറഞ്ഞത് കേട്ടത് ശരിയാണെങ്കിൽ ലക്ഷങ്ങളുടെ സമ്പാദ്യമാണ് ശ്രീരാമനുള്ളത്. കാർ വിജിലൻസുകാർ കൊണ്ടുപോയി. ആളിപ്പോ പോലീസ് കസ്റ്റഡിയില്ല. ഭൂമി, വീടും ബാങ്ക് അക്കൗണ്ടുകളും ഒക്കെ ആയിട്ട് കാര്യമായിട്ട് സമ്പാദിച്ചിട്ടുണ്ടത്രേ. വക്കീലെ, ഞാൻ ഇപ്പൊ വന്നത് ശ്രീരാമന് ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമെന്ന് അറിയാനാ. പറ്റുമെങ്കിൽ കരമടച്ച രസീത് കൈ കരുതണമല്ലോ. ആ കര ഒന്ന് അടച്ചു തരായി സാറിന്റെ അടുത്തൊന്ന് പറയാൻ വേണ്ടി വന്നതാ. സാറ് തീരെ വയ്യാതിരിക്കാണല്ലോ ഉത്തമ. സാറൊന്ന് വിളിച്ചു പറഞ്ഞ കര അടച്ചു തരാതെ കാഞ്ചന സാറ് പറഞ്ഞായിരുന്നു. അന്ന് സാറിന്റെ അടുത്ത് പറയൂ. ഞാൻ പറഞ്ഞേക്കാം. ഉത്തമ നേരെ വില്ലേജ് ഓഫീസിലേക്ക് ചെന്നാൽ മതി. ഇനി കരവടയ്ക്കാത്ത രസീതില്ലാത്തതിന്റെ പേരിൽ ശ്രീരാമന് ജാമ്യം കിട്ടാതിരിക്കണ്ട. വലിയ ഉപകാരം വക്കീലെ. ശരി എന്നാ ഉത്തമ. ഓ, എന്തു വക്കീലെ? ഇനി ശ്രീരാമന്റെ കേസ് വാദിക്കാൻ ഒരു വക്കീൽ വേണമെന്ന് പറഞ്ഞ് എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരരുത്. സത്യസന്ധരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കേസേ ഞാൻ വാദിക്കുകയുള്ളൂ. അങ്ങനെ ആയിരിക്കുന്നു? മഷിയിട്ട് നോക്കിയാ കിട്ടും അങ്ങനെ ഒരെണ്ണത്തിന്? ഉണ്ട്. സത്യസന്ധനായ, കൈക്കൂലി വാങ്ങാത്ത, പരോപകാരിയായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എനിക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോ ഉത്തമം വിട്ടു. കരവടച്ച രസീതും കൊണ്ട് ചെന്ന് ശ്രീരാമനെ ഇറക്കാൻ പറ്റുമോ എന്ന് നോക്ക്. ഉത്തമൻ വന്നിട്ട് പോയി. ശ്രീരാമന്റെ വീട്ടുപേര് ശരിയാക്കല്ലേ? ഞാൻ ഒരാഴ്ച ലീവാണെന്ന് പറഞ്ഞേക്ക്. ഉത്തമൻ വന്നത് അതിനല്ല, ശ്രീരാമന്റെ കാര്യത്തിനല്ലേ? ശ്രീരാമന്റെ കാര്യത്തിനാണ്. പക്ഷെ വീട്ടുപേരിന്റെ കാര്യം പറയാനല്ല, കരമടയ്ക്കാനാണ്. ശ്രീരാമൻ കരമടച്ചാണല്ലോ. ശ്രീരാമൻ കരമടച്ച് കാണും.
പക്ഷേ അയാളെ ജാമ്യത്തിൽ ഇറക്കണമെങ്കിൽ ജാമ്യക്കാരൻ കരമടയ്ക്കണ്ടേ? ജാമ്യത്തിലിറക്കാനോ? വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതിന് വിജിലൻസുകാര് ശ്രീരാമനെ അറസ്റ്റ് ചെയ്തു. പുതിയ കാറും അവര് കൊണ്ടുപോയി. മോഹനേട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും ഒരു പിയൂൺ അങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത്രയും കാശുണ്ടാക്കണത്? അവരൊക്കെ എന്റെ മോഹനേട്ടനെ കണ്ടു പഠിക്കട്ടെ. ഇത്രയും സത്യസന്ധനായി വേറൊരാളുണ്ടോ കേരള സർക്കാർ സർവീസിൽ? ദൈവം എല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ നീ എന്നെ കളിയാക്കിയില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ദൈവം ഉണ്ടെന്ന്? ദൈവം ഉണ്ടെന്ന് മാത്രമല്ല, ദൈവം വിജിലൻസിലാണെന്ന് മനസ്സിലായി. ദേഷ്യപ്പെടല്ലേ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ദൈവത്തെ പറ്റിയാണ് തമാശ പറയുന്നത്. പിന്നെ ഞാൻ ഉത്തമനോടൊരു കള്ളം പറഞ്ഞു. എന്ത്? ജാമ്യത്തിലിറക്കാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് ഇറക്കിക്കോ എന്ന്. നടക്കില്ല. ഈ കേസിൽ ജാമ്യം കിട്ടണമെങ്കിൽ ശ്രീരാമൻ കുറച്ചു നാൾ അകത്ത് കിടക്കേണ്ടി വരും. സർക്കാരിനെ പറ്റിച്ചാൽ ഇങ്ങനെ ഇരിക്കും. സർക്കാരിനെ അല്ല, പൊതുജനങ്ങളെ പറ്റിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പൊതുജനത്തിന് വേണ്ടി നന്മ ചെയ്യാനാണ് സർക്കാർ അതാത് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അങ്ങേറ്റം സത്യസന്ധരായിരിക്കണം. എന്റെ മോഹനേട്ടനെ പോലെ. ദൈവം സർവ്വവ്യാപിയാണെന്നും അവൻ തൂണിലും തുരുമ്പിലുമുണ്ടെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പഴമൊഴി ശരിയാണെങ്കിൽ ദൈവം വിജിലൻസിലുമുണ്ടെന്ന സത്യഭാമയുടെ കണക്കുകൂട്ടലും ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വരും. എന്തായാലും പണം സമ്പാദിക്കുന്നതിനേക്കാൾ യോഗ്യത സത്യസന്ധമായി ജീവിക്കുന്നവർക്കാണെന്ന കാര്യത്തിൽ ഇനി വക്കീലിന് തർക്കമുണ്ടാവാനിടയില്ല. കേരളത്തിലെ സകല സർക്കാർ ഉദ്യോഗസ്ഥരും മോഹനകൃഷ്ണനെ പോലെ സത്യസന്ധരാവുന്ന കാലം സ്വപ്നം കണ്ട് ഇന്നത്തേക്ക് വിടാം.